ഇപ്പോൾ പൊതുപ്രവർത്തകൻ ജോൺസൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോൺസൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ജില്ലാ തലങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘങ്ങളെ രൂപീകരിച്ച് സാമ്പത്തിക കേസുകൾ ഉൾപ്പെടെ ഓരോരോ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം നടക്കുകയാണ്. പല രീതിയിലുള്ള തട്ടിപ്പ്, പല സ്ഥലങ്ങളിലുള്ള തട്ടിപ്പ്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ആളുകളെ, സമൂഹത്തിൻ്റെ പ്രമുഖരെയും രാഷ്ട്രീയക്കാരെയും മുൻ ജഡ്ജിയെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടുള്ള തട്ടിപ്പ്, ഈ ഒരു തട്ടിപ്പ് രീതി, അതിനെതിരെയുള്ള അന്വേഷണം, അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്, ഈ നീതി ലഭിക്കുമെന്ന് എങ്ങനെ നമുക്ക് കരുതാം? ഗുഡ് മോർണിംഗ് സാർ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, നമ്മള് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ഉപഭോഗ സംസ്കാരത്തിലൂടെ പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങളെല്ലാം എന്ത് സാധനം കിട്ടിയാലും അത് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ആ രീതി നമുക്ക് ഇതിന് മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ആട് ന്റെ കേസ്, അതുപോലെ മാഞ്ചിയം, തേക്ക്, ഇതുപോലുള്ള ഒട്ടനവധി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ എത്രമാത്രം വന്നാലും അത് എത്രമാത്രം പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിരുന്നാൽ പോലും പുതിയ തട്ടിപ്പുകൾ പുതിയ മാനത്തോടെ, പുതിയ കൺസെപ്റ്റോട് കൂടി രംഗത്തേക്ക് വരിക. നമുക്കറിയാം, ഇപ്പോൾ AI കാലഘട്ടത്തിലാണ് ജീവിക്കുക. AI തട്ടിപ്പുകൾ എത്രമാത്രം നടക്കുന്നുണ്ട് നമുക്കറിയാം. ബാങ്കുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഇത് വേറിട്ടൊരു തട്ടിപ്പായിട്ടാണ് ഇപ്പോൾ പുതിയ രീതിയിൽ അനന്തവിഷ്ണു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഹൈറിച്ച് പോലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാം ബാധിക്കുന്നത് സാധാരണഗതിയിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുക. വൻപന്മാർ ഇതിനകത്ത് അധികം അങ്ങനെ പെട്ടുപോകാറില്ല. വമ്പന്മാര് പെട്ടുപോകുന്നത് ഒരു പക്ഷേ നമുക്കറിയാം, ഈ പണം ഇരട്ടിപ്പ് പോലുള്ള പദ്ധതികളിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വമ്പന്മാര് അവര് കള്ളപ്പണം കൊണ്ടിടുക, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവര് കൂടുതൽ ആർത്തിയോട് കൂടി പണം നിക്ഷേപിക്കുന്ന രീതിശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന പകുതി വില തട്ടിപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരെ ബാധിച്ച ഒരു വലിയൊരു വിഷയമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഘടന എന്ന് പറയുന്നത് സംഘടനകളുടെ സംഘടന, നമ്മൾ റിസർവ് ബാങ്ക് എന്നൊക്കെ പറയും പോലെ സംഘടനകളുടെ സംഘടന രൂപീകരിച്ച് ആ സംഘടനകളുടെ കീഴിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ കീഴിൽ ചെറിയ ചെറിയ സംഘടനകൾ അതിനകത്ത് മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അത് കൂടാതെ തന്നെ ഇദ്ദേഹം ചെയ്തത്, ഈ അനന്തകൃഷ്ണൻ ചെയ്തത്, അദ്ദേഹത്തിന്റെ തന്നെ സംഘടനയുണ്ട്. ആ സംഘടനയുടെ ലേബലിൽ തന്നെ സീഡ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനകളും രൂപീകരിച്ചു. മറ്റ് സംഘടനകൾ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ആരംഭിച്ചത്. എന്നിട്ട് ഇദ്ദേഹം ചെയ്തത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നടപ്പിലാക്കി. എന്ന് പറയുന്ന സംഘടനകൾക്കൊക്കെ ആദ്യം 10 ഐറ്റം സാധനം കൊടുത്തു, പിന്നീട് 20 ഐറ്റം കൊടുത്തു. അതുപോലെ തന്നെ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത ഐറ്റങ്ങളാണ് അദ്ദേഹം കൊടുത്തത്. ഈ പറയുന്ന വാട്ടർ ടാങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓണ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തയ്യൽ മെഷീനുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല സാധനങ്ങളും കൊടുത്ത് ലാപ്ടോപ്പിലേക്ക് എത്തി ആളുകളുടെ വലിയൊരു വിശ്വാസം അദ്ദേഹം കൈവരിക്കുകയുണ്ടായി. ലാപ്ടോപ്പ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ചെയ്തതെന്ന് പറഞ്ഞാണ് അദ്ദേഹം കൊടുത്തത്. അപ്പൊ ആ രീതിയിൽ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമ്പോൾ അതിന്റെ എല്ലാ രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻ നടത്തിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതിൽ കൂടുതൽ വിശ്വാസം അതിനകത്ത് വന്നു. അങ്ങനെ വിശ്വാസം വന്നതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അദ്ദേഹം കടന്നിട്ട് ഈ പറയുന്ന സ്കൂട്ടർ ഇറക്കിയത്. സ്കൂട്ടർ 1, 2 പല തവണയായിട്ട് പല മോഡലുകൾ, പല കമ്പനികളുടെ സ്കൂട്ടറുകളാണ് ഇറക്കാനായിട്ട് ഇടവരുത്തിയത്. അപ്പൊ അങ്ങനെ വന്ന സ്കൂട്ടറുകൾ കുറേയേറെ ആളുകൾക്ക് സ്കൂട്ടറുകൾ ലഭിക്കുകയും ചെയ്തു. പല ഏജൻസികളും പൂർണ്ണമായിട്ടും അത് കൊടുത്ത് ലഭ്യമാക്കിയുണ്ടായി. ഇതിന് പിന്നിൽ അദ്ദേഹം ചെയ്ത മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ഇത് കൊടുക്കുമ്പോൾ ജനപ്രതിനിധികളെ അദ്ദേഹം ഉൾപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദരേഖ കേട്ടാൽ നമുക്കറിയാൻ സാധിക്കും. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാമുകൾ നടത്തി. അതിനെല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം പോസ്റ്ററുകളും എല്ലാം ഇറക്കി ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം ആർജിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, റിട്ടയർഡ് ജസ്റ്റിസിനെ അതിന്റെ ഒരു ഉപദേശക സമിതിയിൽ വെച്ച് വേദിയിൽ അദ്ദേഹം ഇരുത്തുകയും ആളുകൾ കൂടുതൽ വിശ്വാസം അതിനകത്തേക്ക് വരുത്തുകയും ചെയ്തു. അതുപോലെ സായിഗ്രാമം എന്ന് പറയുന്ന സംഘടനയുടെ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു തട്ടിപ്പ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഇന്റലിജൻസ് എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ്, ഇതൊക്കെ എവിടെയായിരുന്നു? ഇത്രയും വലിയൊരു തട്ടിപ്പിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും, പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടും അതിനെതിരെ ഒരു അന്വേഷണം നടത്താൻ പോലും നമുക്കിവിടെ സാധിച്ചില്ല എന്നുള്ളതാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനകത്ത് കൂടുതൽ ആകർഷകമാകാനായിട്ട്, ഈ തട്ടിപ്പോ അല്ലെങ്കിൽ പരാതികളൊന്നും വരാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഇടയാവാനുള്ള സാഹചര്യം. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരം അന്വേഷണ ഏജൻസികൾ ഇനിയിപ്പോ അന്വേഷണം നടത്തിയാൽ പോലും നമുക്കറിയാം, ഇതിന് മുൻപ് നടന്നിട്ടുള്ള പല കേസുകളും ഞാൻ ആദ്യം സൂചിപ്പിച്ച ആട്, മാഞ്ചിയം, തേക്ക്, അല്ലെങ്കിൽ ഹൈറിച്ച് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ട് ആളുകൾക്കായിട്ട് ഫലം കിട്ടുവാൻ, ഇതിന്റെ റിസൾട്ട് കിട്ടുവാൻ, നഷ്ടപരിഹാരം കിട്ടുവാനുള്ള യാതൊരു സാധ്യത ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അന്വേഷണം അത് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം കാര്യക്ഷമത ഉണ്ടാകും, ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, ഇതിന്റെ എല്ലാം അറിയേണ്ടതുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനത്തിന് സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. വളരെയധികം നന്ദി ജോൺസൺ പ്രതികരിച്ചത്.